ഇന്ന് നമ്മൾ ട്യൂബ് ബീഡ്സും സീക്വൻസും വെച്ച് ഒരു ഫ്ലവറാണ് ചെയ്യുന്നത്. അതിന് ജസ്റ്റ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം, ഒത്തിരി അങ്ങ് മാർക്ക് ചെയ്യേണ്ട. റൗണ്ടിൽ വരുന്നൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് അത് ക്രോസായിട്ട് നമ്മൾ ഏതിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ ഭാഗം മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നത്. ഒത്തിരി റൗണ്ടായിട്ട് മാർക്ക് ചെയ്താൽ ആ മാർക്കിങ് പിന്നീട് പോവത്തില്ല, അതുകൊണ്ടാണ് നമ്മളങ്ങനെ മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് സെൻറ്ററിൽ നിന്ന് ചെയിൻ എടുത്ത് തുടങ്ങണം, എന്നാലേ സ്റ്റിച്ച് സ്റ്റേബിളായിട്ട്, അതായത് ബീഡ്സും കാര്യങ്ങളും സ്റ്റേബിളായിട്ട് നിൽക്കത്തുള്ളൂ. എന്നിട്ട് ഒരു ലൈനിലേക്ക് പോവുക, ഒരു ചെയിൻ എടുക്കുക, ഒരു ചെയിൻ ലോക്കും കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു ട്യൂബ് ബീഡിനെ ആദ്യം എടുക്കുക, എന്നിട്ട് ഒരു സീക്വൻസിനെ എടുക്കുക. ആദ്യം നമുക്ക് ഇറക്കേണ്ടതിന് അവസാനമാണ് നീഡിലേക്ക് കയറ്റേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ എടുക്കുന്നു, അടുപ്പിച്ചെടുക്കണേ ചെയിന്. എന്നിട്ട് സെൻറ്ററിൽ കുറച്ചൊന്ന് നീക്കിയിട്ട് നമ്മളൊരു ലോക്ക് പോലെ കൊടുക്കുന്നു. ഇപ്പുറത്തേക്ക് വരാം, ഒരു ചെയിൻ എടുക്കുക, ചെറിയൊരു ചെയിൻ ലോക്ക് എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഒരു ബീഡ്, ഒരു സീക്വൻസ് അതിലോട്ട് ഇറക്കി കൊടുക്കുക. കറക്റ്റ് ആ ബീഡ് നിൽക്കുന്നിടത്ത് നമ്മൾ ചെയിൻ എടുക്കുക. സെൻറ്ററിലേക്ക് ചെറിയൊരു ലോക്ക് കൊടുത്ത ശേഷം ഇതിൻ്റെ ഈ സൈഡിലോട്ട് പോവുക, ചെയിൻ എടുക്കുക, ചെയിൻ ലോക്ക് എടുക്കുക, ഒരു ബീഡ്, ഒരു സീക്വൻസ് ഇറക്കി കൊടുത്തു. സെയിം തന്നെ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഇപ്പുറം പോവാം, ചെയിൻ എടുക്കുക, ചെയിൻ ലോക്ക് എടുക്കുക. ദെൻ നമ്മൾ ബീഡ്, സീക്വൻസ് ചെയിൻ എടുക്കുക, നടുവിലായിട്ട് ഒരു ലോക്ക് കൊടുത്ത ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ചെയിൻ എടുക്കുക, ചെയിൻ ലോക്ക് എടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത ബീഡ്, സീക്വൻസ് നടുവിലായിട്ട് ചെയിൻ കൊടുക്കുക, ഇപ്പുറത്തേക്ക് പോവാം. ചെയിൻ ലോക്ക് എടുക്കുക, ബീഡ് എടുക്കുക, സീക്വൻസിനെ എടുക്കുക, ചെയിൻ എടുത്തു. ദെൻ നമ്മൾ സെൻറ്ററിലേക്ക് മാറ്റി ചെയിൻ എടുത്ത ശേഷം ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീക്വൻസ്, ബീഡ്, സീക്വൻസ്. ബീഡിന് നിൽക്കാനുള്ള സ്പേസ് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അടുപ്പിച്ച് വെച്ച് ചെയിൻ എടുക്കുക, എന്നിട്ട് ലാസ്റ്റ് ലൈനിലേക്ക് ചെയിൻ എടുത്തു, ചെയിൻ ലോക്ക് എടുത്തു. ലാസ്റ്റിലെത്തതാണ്. ഒരു ബീഡ് എടുക്കുക, ദെൻ നമ്മൾ സീക്വൻസും എടുത്ത ശേഷം സെൻറ്ററിലേക്ക് ചെയിനും ഒരു ചെറിയ ലോക്കും കൂടെ ഇട്ട ശേഷം നമുക്ക് സെൻറ്ററിൽ ഇപ്പം കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അവിടെ സ്റ്റോൺ ഒട്ടിക്കണമെങ്കിൽ സ്റ്റോൺ ഒട്ടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ബീഡിനെ ഇട്ട് കൊടുക്കാം. ചെറിയ ഷുഗർ ബീഡാണ് ഞാനിപ്പോൾ അവിടെ ഇടുന്നത്. ഫുൾ ബീഡ് ഇടണമെങ്കിൽ അതിടാം, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അല്ലെങ്കിൽ സീക്വൻസും കൂടെ ഇട്ടിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ഒരു ചെയിൻ എടുത്ത് നമുക്ക് ആ ബീഡിനെ അങ്ങ് കവർ ചെയ്തേക്കാം. എൻഡ് ലോക്ക് ചെയ്യണമെങ്കിൽ എൻഡ് ലോക്ക് ചെയ്യാം കേട്ടോ.
കവർ ചെയ്ത് ചെയിൻ ഇട്ടാൽ അതവിടെ ലോക്ക് ആയിക്കോളും. സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡാണത്. പക്ഷേ സേഫ് ആയിരിക്കുന്നത് നമ്മളെപ്പോഴും എൻഡ് ലോക്ക് ഇടുമ്പോഴായിരിക്കും.